അപ്പോൾ മക്കളെ, നമ്മൾ ബോട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ പാർന്ന് ഉള്ളിയിട്ട് ഉള്ളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കളിക്കാടോ. അതിൻ്റെ ഇടയിൽ തക്കാളി ആരോ എങ്ങോട്ട് എറിഞ്ഞ് വെച്ച് അങ്ങോട്ടും കുറച്ച് ഇളക്കി കൊടുത്തത് അങ്ങ് അടച്ച് വെച്ച് അത് നല്ലോണം വാടിയ ശേഷം ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചതൊന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി കൊടുക്കുക. അതും കുനാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇടുക, ഒന്ന് ഇളക്കി കൊടുക്കുക. ലേശം മല്ലിപ്പൊടി ഇടുക, ലേശം പെരിഞ്ചീരകം ഇടുക. കുരുമുളകാണ് ഇതിൻ്റെ ഫേവറേറ്റ് മക്കളെ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളെ സംഭവം ഉണ്ടല്ലോ ബോട്ടി, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം ആ പാത്രത്തോട് ഇങ്ങനെ ഇട്ടിട്ട് ആ പാത്രം എടുത്ത് കത്തിയിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ലേശം കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്നണ്ട് അടച്ച് വെച്ചാണ്ടല്ലോ. അടച്ച് വെച്ച് തുറന്ന് കഴിഞ്ഞപ്പോൾ ലേശം വെളിച്ചെണ്ണ അങ്ങോട്ട് നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ മക്കളെ അവിടെ അടി കൂടുന്നുണ്ടോ. പഠിച്ചാൻ പറഞ്ഞ വെച്ചാൽ അവിടെ അടി കൂടുന്നുണ്ട്, ചിലവരവിടെ പഠിക്കണുണ്ട്. പിന്നെ അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ പഠിക്കാനൊക്കെ ഇരുന്നിടോ. പഠിക്കാനൊക്കെ ഇരുന്ന് രണ്ടാളും നല്ല പഠിപ്പിലാണ്. മറ്റവന് പഠിക്കണോ പഠിക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും പഠിക്കുക നോക്കുക. അതിൻ്റെ ഇടയിൽ ചോറ് വിളമ്പി പഠിക്കണതൊക്കെ നിർത്തി ചോറ് വയ്ക്കാൻ ഇറങ്ങി. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അടിപൊളി വാപ്പാ, പൊളിച്ചിക്കണ്, തകർത്ത് വാപ്പാ, ഒരു രക്ഷയില്ല, അടിപൊളി, കിണ്ണം കാച്ചി, സൂപ്പറാണെന്ന് പറഞ്ഞപ്പോൾ